സർ സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്യാം. പ്രിയമുള്ളവരെ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ചിന്തകൾക്ക് ഒരു മാന്ത്രിക ശക്തിയുണ്ട്. നാം എന്ത് ചിന്തിക്കുന്നുവോ അത് തന്നെയായി നമ്മുടെ ജീവിതം മാറുന്നു. ചിന്തകളെ കൃത്യമായി രൂപകൽപ്പന ചെയ്താൽ നമ്മുടെ ജീവിതത്തെയും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മനോഹരമായി ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ഡിവിഷൻ മോർണിംഗ് ടോക്കിൽ പുതിയ ഒരു ടോപ്പിക്കുമായി നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് വ്യക്തിത്വ വികസന രംഗത്തും ട്രെയിനിങ് രംഗത്തും ഏറെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ് ശ്രീനാഥ് ശ്രീധരൻ. പ്രമുഖ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ മാനേജറായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം JCIയുടെ സർട്ടിഫൈഡ് സോൺ ട്രെയിനർ കൂടിയാണ്. ഡിസൈൻ മൈ ലൈഫ് ബൈ ഡിസൈനിങ് മൈ തോട്ട് എന്ന വളരെ പ്രസക്തവും പ്രചോദനാത്മകവുമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ ഏറെ സ്നേഹാദരങ്ങളോടെ ഡിവിഷൻ മോർണിംഗ് ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡം, ഇന്നത്തെ ടീം ഇൻചാർജ് ഷമീമ ഷാജിർ, അതുപോലെ തന്നെ ഇതിന്റെ അണിയറ പ്രവർത്തകർ, മറ്റു മുഴുവൻ പാർട്ടിസിപ്പൻസ് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിനായി ശ്രീനാഥ് സാറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. ശ്രീനാഥ് സാർ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. ഇന്ന് സാധാരണ ഉള്ളടിക്കല്ല, അതുകൊണ്ടാണ് എന്താ പറയാ, ഒരു സെറ്റിങ്സ് ഒന്നും റെഡി ആവാത്തത്. സാധാരണ ഒരു വീട്ടിലിരുന്നാണ് ഞാൻ പറയുന്നത്, ഒരു മൊബൈൽ വെച്ച് പറയാണ്, ഒരു സെറ്റിങ്സും ഇല്ല. പക്ഷെ നമുക്ക് ഈ വരുന്ന ഒരു 30 മിനിറ്റ് നേരം എല്ലാവരും രാവിലെ ഇരിക്കുമ്പോൾ ആ ദിവസം എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ ടോപ്പിക്ക് വഴി തന്നെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. ഈ ഒരു അവസരം തന്ന സിജിക്കും അതുപോലെ തന്നെ എന്നെ ഇതിനകത്തേക്ക് റെക്കമെൻഡ് ചെയ്ത എൻ്റെ സുഹൃത്തുക്കൾക്കും വളരെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. നമുക്ക് നമ്മുടെ ജീവിതത്തില് ഒരുപാട് പേര്, പലരുടെയും ജീവിതത്തിലെ ചിന്താഗതികൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇന്നിപ്പോ വിജയിച്ചു എന്ന് നമ്മൾ കരുതുന്ന ആളുകളെയൊക്കെ ഒന്ന് എടുത്തു നോക്കുക. അവരുടെ അവരെങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികൾ എന്തൊക്കെയാണ്, അവരാളുകളോട് ഇടപഴകുന്നത് എങ്ങനെയാണ്, ഇനി അവര് ഭക്ഷണം കഴിക്കുന്നത് പോലും, അല്ലെങ്കിൽ ജീവിതത്തെ പുലർത്തുന്ന ചിന്താഗതികളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയണമെങ്കിൽ ഒന്ന് അവരുടെ കൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കുക, താമസിച്ചു നോക്കുക, അവരെ പഠിക്കാൻ ശ്രമിച്ചു നോക്കുക. മറ്റൊരു കൺസിഡറേഷനും ഇല്ലാതെ ശ്രമിച്ചു നോക്കുമ്പോൾ അത് വേറൊരു പാരലൽ വേൾഡ് ആണെന്ന് നമുക്ക് മനസ്സിലാകാം. അതിപ്പോ ലോകത്തിലെ ഏതൊരു വിജയിച്ച മനുഷ്യനെ എടുത്തു നോക്കിയാലും അതായിരിക്കും. പരാജയപ്പെട്ടു ഒന്നിനും പറ്റില്ല എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ അവരെ ഒന്ന് പഠിച്ചു നോക്കുക, അവരുടെ കൂടെ ഒന്ന് ജീവിച്ചു നോക്കുക, അവരോടൊന്ന് സഞ്ചരിച്ചു നോക്കുക, സംസാരിച്ചു നോക്കുക, മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കുക. അപ്പോ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ പറയുന്നവർക്കും ഒരു പൊതുവായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരങ്ങളിലേക്ക് എത്തണോ, റിസൾട്ടിൽ നിന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി, അതായത് ചൈനയൊക്കെ ഇപ്പോൾ എന്താ പറയാ, വിമാനങ്ങളായാലും എയർക്രാഫ്റ്റുകളായാലും ഇതൊക്കെ ഉണ്ടാക്കുന്നത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴിയാണ് പലപ്പോഴും. അപ്പോ ആ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി കിട്ടിയ നമുക്ക് നമ്മളുടെ മുന്നിലുള്ള ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങളിൽ നിന്ന് ചോദ്യങ്ങളിലേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണോ എന്നുള്ള ഒരു ബേസിക് പോയിന്റ്. റിസൾട്ടുകൾ മാത്രമേ നമ്മൾ പലപ്പോഴും അറിയുന്നുള്ളൂ. പക്ഷെ റിസൾട്ടിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട്, ഒരു വിഷൻ ഉണ്ടാവും ഒരാൾക്കൊരു ജീവിതത്തിൽ. ആ വിഷന് അയാൾ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ സ്ട്രാറ്റജിയിലൂടെ അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്ലാനുകൾ ഉണ്ടാവും, അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഒരുപാട് പരാജയങ്ങളെ മറികടന്ന് പോയിട്ടുണ്ടാവും. ആ പരാജയങ്ങളിൽ നിന്ന് അവസാനം അയാൾ വിജയിച്ചിട്ടുണ്ടാവും. നമ്മൾ വിജയിച്ച ഒരാളെ മാത്രമേ കാണുള്ളൂ. പക്ഷെ അയാൾ കടന്നുപോയ വഴികൾ, അയാൾ ഉപയോഗിച്ച ടൂളുകൾ, ജീവിതത്തെക്കുറിച്ച് അയാൾക്ക് ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ, വിഷൻസ്, അതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ എവിടെയാ ഉള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവും
എത്രമാത്രം ഇമ്പ്രൂവ്മെന്റ് നമുക്ക് വേണം എന്നുള്ള ഒരു ബോധ്യവും നമുക്ക് ഉണ്ടാകുന്നത്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ മറ്റൊരാളെക്കാൾ മെച്ചാവുമ്പോഴല്ല, ഇന്നലെയുള്ള എന്നേക്കാൾ ഇന്നുള്ള ഞാൻ എന്താണ് കൂടുതലായിട്ട് പഠിച്ചത്, എന്താണ് കൂടുതലായിട്ട് അറിഞ്ഞത് എന്നുള്ള ഒരു തിരിച്ചറിവ് വരുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വളർച്ച ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ എല്ലാവരെയും ഒന്നുകൂടെ ഇതിനകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടാവുന്നതിനേക്കാൾ നല്ലത് ഒരു പ്രാക്ടിക്കലായി നമുക്ക് ഒരു ഫുൾ വിസ്ഡം. പണ്ടൊരാളെ തോണിയിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ തോണിക്കാരനോട് അയാൾ ചോദിച്ചൊരു ചോദ്യമില്ലേ, ഒരു പണ്ഡിതൻ, നിനക്ക് ഇതിനെപ്പറ്റി അറിയാവോ, അതിനെപ്പറ്റി അറിയാവോ, ലോക കാര്യങ്ങളെ കുറിച്ച് അറിയാവോ, മറ്റേ മാത്തമെറ്റിക്സ് അറിയാവോ, ഗണിതശാസ്ത്രം അറിയാവോ, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. കുറേ മടുത്ത അവസാനം തോണിക്കാരൻ ഇയാളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് നീന്തൽ അറിയോ? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് നീന്തൽ അറിയില്ല. അപ്പോ തോണിക്കാരൻ പറഞ്ഞു, നിങ്ങൾ എന്തറിഞ്ഞിട്ടും നീന്തൽ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഈ അറിവ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് ജീവിതത്തിൽ പ്രായോഗികമായി നമ്മളെ പ്രാക്ടിക്കലായി, അതായത് നമ്മൾ ആ പഠിക്കുന്നത് കൊണ്ട് ഒന്നുകിൽ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം വേണം, മാനസികമായോ സാമൂഹികമായോ സാമ്പത്തികമായോ എന്തെങ്കിലും ഒരു നേട്ടം വേണം, അല്ലെങ്കിൽ മാനസികമായിട്ടൊരു സമാധാനമെങ്കിലും കിട്ടണം, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റണം. വെറുതെ കുറെ വിവരങ്ങൾ ഉണ്ടായി വെച്ചത് കൊണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. നമുക്കോ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിന് ആർക്കെങ്കിലും ഒരു ഗുണം കിട്ടുന്ന ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്കവിടെ ഒരു നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ റിവേഴ്സ് എഞ്ചിനീയറിംഗിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് നമ്മളുടെ ഒരു തോട്ട്സ് ഉണ്ടായി വരുന്നത്. നമുക്ക് സൈക്കോളജിക്കൽ ടേംസിൽ ന്യൂറോ സയൻസ് ഒക്കെ വെച്ചിട്ട് പറയാം. പക്ഷെ ഞാനിവിടെ ഈ എന്താ പറയുക, നമ്മളുടെ ഈ കേൾക്കുന്ന ആളുകളുടെ എന്താണ് കാറ്റഗറി, ഏത് ലെവലാണെന്നുള്ളത് ഒരു ഡൗട്ട് എനിക്കുള്ളത് കൊണ്ട് തന്നെ അതിൽ പല രീതിയിലുള്ള ആളുകളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടൊരു ഏവറേജ് സൈസ് വെച്ച് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഒരു ചിന്ത എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിലുണ്ടാവുമ്പോൾ മനുഷ്യന്റെ മനസ്സുകളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കുരങ്ങനെ സങ്കല്പിക്കുക. ഒരിടത്തും അടങ്ങി നിൽക്കാത്ത വളരെ മർക്കടമുഷ്ടിയായിട്ടുള്ള ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് ഓടിക്കളിക്കുന്ന ഒരു കുരങ്ങൻ. ആ കുരങ്ങനെ ഒരു നിമിഷം ADHD ഉള്ള ഒരു മനുഷ്യനെ സങ്കല്പിച്ചാൽ മതി, അതേപോലെയുള്ള വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു കുരങ്ങൻ. അപ്പൊ ആ കുരങ്ങൻ നമ്മളിലും ആ കുരങ്ങന്റെ സ്വഭാവങ്ങൾ, ആ ജീന് പലപ്പോഴും നമ്മളിലും ഉണ്ടാവും, നമ്മൾക്കും ആ സ്വഭാവങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ കുരങ്ങനെ നിങ്ങൾ ചെറിയൊരു കൂട്ടിലായിട്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ആ കൂട്ടിലിടുമ്പോൾ കുരങ്ങന്റെ സ്വഭാവം തീരെ അസ്വസ്ഥമാവും. ആ കുരങ്ങന് കുറച്ച് കള്ളും കൂടെ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോ ഒരു ചെറിയ കൂട്ടിലിട്ട, ഒരു സഞ്ചാര സ്വാതന്ത്ര്യവും ഇല്ലാത്ത കൂട്ടിലിട്ട ഒരു കുരങ്ങനെ കുറച്ച് മദ്യവും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുരങ്ങന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ സ്വഭാവം എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കുക. ആ സ്വഭാവങ്ങളെയാണ് നമ്മളെ മനസ്സ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല. നമ്മൾ എന്താണോ നമ്മൾ അതിനോട് ചെയ്യണ്ട എന്ന് പറയുന്നത് അത് മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാണ്, നിങ്ങൾ ആനയെ ആരും മനസ്സിൽ വിചാരിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇല്ലെങ്കിലും കുറച്ചു പേരെ ശ്രദ്ധിച്ചവരെങ്കിലും വിചാരിക്കരുത് എന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച ആളുകൾക്കെങ്കിലും മനസ്സിലാവും. ആദ്യം അവരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകുക ആനയുടെ രൂപമായിരിക്കും. നമ്മൾ മറക്കാൻ എന്താണോ ശ്രമിക്കുന്നത് അത് ഓർത്തുകൊണ്ടേയിരിക്കും. ഓർക്കാൻ എന്താണോ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് മറന്നുപോയിക്കൊണ്ടേയിരിക്കും. മനസ്സ് എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്, മനസ്സെന്ന് പറയുന്നത് വളരെ നല്ല ഒരടിമയും മോശമായിട്ടുള്ള യജമാനനുമാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് സെർവന്റ് ആൻഡ് എ ടെറിബിൾ മാസ്റ്റർ എന്നാ പറയാം. അതായത് നമ്മളെ മൈൻഡിന് നമ്മളെ കൺട്രോളിലാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് സെർവന്റ്. അതെന്തും ചെയ്തു തരും നമുക്ക് വേണ്ടി. നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് വൻ ഹെൽപ്പായിട്ട് നിൽക്കും. പക്ഷെ നമ്മൾ മനസ്സിന്റെ പുറകെ ഓടുകയാണെങ്കിൽ അത് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാത്ത കുറ്റങ്ങളോ കുറവുകളോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ മൈൻഡിന്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ഇവിടെ 2 ചെവി തന്നിട്ടുണ്ട്, ഇല്ലേ? ആ 2 ചെവി തന്ന എന്തിനാണ്? കേൾവിക്കാണ്, അത് അതിന്റെ ബയോളജിക്കൽ പാർട്ട്. പക്ഷെ 2 ചെവി തന്നത്
നമ്മൾ സാധാരണ മൈൻഡ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട്, മൈൻഡ് എന്ന് പറയുന്നത് എന്താ ശരിക്കും സംഭവം? മൈൻഡ് എന്ന് പറയുന്നത്, നമ്മൾ പലതും എവിടെയാണ് ഹൃദയം നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ നെഞ്ചിലൊക്കെ തൊട്ടിട്ട് ഇവിടെയാന്നൊക്കെ പറയും. അത് ഹൃദയമാണ്, അതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. പക്ഷെ ആ ഹൃദയവും മൈൻഡുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. മൈൻഡ് എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു കൺസെപ്റ്റ്. അതിനെയാണ് നമ്മൾ മൈൻഡ് എന്ന് വിളിക്കുന്നത്. ആ മൈൻഡിലാണ് നമ്മുടെ ലോകം, എല്ലാ സാധനങ്ങളും, അതിൻ്റെ ഒരു സ്കീമയാണത്. അതാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് മാറ്റുന്നത്. ആ മൈൻഡിൽ എപ്പോഴാണോ നമ്മൾ പ്രോഗ്രാമിങ് മാറ്റുന്നത്, ചിന്താഗതികൾ മാറ്റുന്നത്, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റുന്നത്, ആ സമയത്താണ് അതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അപ്പിയറൻസ് മാറുന്നത്. നിങ്ങൾ ഇന്റേണൽ ആയിട്ട് മാറാത്തിടത്തോളം കാലം തൊലിപ്പുറത്ത് നമ്മൾ ചികിത്സ നടത്തുക. അല്ലെങ്കിൽ നിങ്ങൾ ഐസ് കാണുന്നില്ല, ഐസിന്റെ മുകളിൽ പെയിന്റ് അടിച്ചാൽ എന്താ പറ്റുക? പെയിന്റ് ഇളകി ഇളകിപ്പോവും. അപ്പോൾ അത് പിന്നെയും പ്രശ്നം വരും, പിന്നെയും നമ്മൾ പെയിന്റ് അടിക്കും, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ബേസിക് ആയിട്ട് വയറ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പനി വരും. നമ്മൾ പനിക്ക് പാരസെറ്റമോൾ കുടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വയറിലെ പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കും. ഇതൊരു സിംറ്റമാണ്. പലപ്പോഴും നമ്മൾ സിംറ്റംസിന് വേണ്ടിയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ശരിക്കും ചികിത്സിക്കേണ്ട കോസിന് വേണ്ടിയാണ്. കോസ് എന്ന് പറയുന്നത് മൈൻഡിലാണ് ഉണ്ടാകുക. ആ മൈൻഡിനെ നമ്മളെ എത്രയും, ഒരു സ്വാറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സ്വാറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ് എന്ന്. അതായത് നമ്മളെ കുറിച്ച് എന്താണ് എൻ്റെ സ്ട്രെങ്ത്, എന്താണ് എൻ്റെ വീക്ക്നെസ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെയും ത്രെറ്റിനെയും നല്ല പോലെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആണ്. നെഗറ്റിവിറ്റി എന്ന് പറയുന്നതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഈ രണ്ട് ചെവി എന്തിനാ തന്ന് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ. ഒന്ന്, ഒരുപാട് കാര്യങ്ങൾ ഗാർബേജ് ഔട്ട് എന്നാണ്. നിങ്ങൾ നല്ലതാണ് ഉള്ളിൽ കൊടുക്കുന്നതെങ്കിൽ നല്ലത് വരും. അത് ശരീരത്തിനാണെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, മനസ്സിനാണെങ്കിൽ തോട്ടിന്റെ രൂപത്തിൽ. മനസ്സിന്റെ ഭക്ഷണമാണ് ചിന്തകൾ. അപ്പോൾ നമ്മളിവിടെ ഗാർബേജ് ഫുൾ ഒരു ചെവി കൊടുത്താൽ നമ്മൾ വായിലൂടെ വരുന്നത് ചിന്ത, ഇവിടെ പ്രോസസ് ചെയ്യുന്നത്, തലച്ചോറിൽ പ്രോസസ് ചെയ്യുന്നത് ഫുള്ള് ഗാർബേജ് ആയിരിക്കും. അത് കണ്ണിലൂടെയും ഇതിൻ്റെ എന്താ പറയുക, നമ്മൾ കണ്ണിലൂടെ കാണുന്നതൊക്കെ വെച്ച് വായിലൂടെ പുറത്തേക്ക് വരുന്നതും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾ എന്ത് പോളിഷ് ചെയ്താലും ഉള്ളിൽ വളരെ വൃത്തികെട്ട മനുഷ്യനായിരിക്കും. പക്ഷെ ഇവിടെ തന്നെ നിങ്ങൾ ഒരു ഫിൽട്ടർ ചെയ്യണമെന്നില്ല, വന്നോട്ടെ എല്ലാം. പറ്റുന്നത് ഫിൽട്ടർ ചെയ്യുക, അതിനകത്ത് ഒന്നും നോക്കണ്ട. സ്വാഭാവികമായി നന്മ തിന്മ എന്ന് പറയുന്നതൊക്കെ അത് നമ്മളുടെ ഒരു ധാർമ്മികത അനുസരിച്ച് പറയുന്നതാണ്. ഒരാളുടെ നന്മയായിരിക്കില്ല മറ്റൊരാളുടെ ഉണ്ടാവുക. അപ്പൊ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെവി എന്ന് പറയുന്നത് ഇതിലൂടെ കളയാനുള്ളതാണ്. പക്ഷെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ഈ ഒരു വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ സ്റ്റോർ ചെയ്താൽ മതി എന്നുള്ളതിന് പകരം നമ്മൾ രാവിലെ മുതൽ കേൾക്കുന്ന കണ്ട നീ മിണ്ടരുത്, കേട്ട ഞാൻ പറയട്ടെ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ നെഗറ്റിവിറ്റികൾ കേൾക്കുന്നത്, ആ സാധനങ്ങൾ മുഴുവൻ നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ടാണ് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു തെളിച്ചമില്ല, എപ്പോ നെഗറ്റീവ് തന്നെ, ആകെ പ്രശ്നങ്ങളാണ്. പക്ഷെ പുറമേ നമ്മൾ ആളുകൾ മോശമല്ലെന്ന് വെച്ചാൽ എല്ലാവരോടും ചിരിച്ചു നിൽക്കുകയും ചെയ്യും. പക്ഷെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ഭയങ്കര സങ്കടമായിരിക്കും, ഉള്ളിൽ ഭയങ്കര ടെൻഷനായിരിക്കും, കുറ്റബോധമായിരിക്കും. ചെറുപ്പകാലങ്ങളിൽ നമുക്കുണ്ടായിരിക്കുന്ന അനുഭവങ്ങളെ പേറിയായിരിക്കും നമ്മൾ ജീവിക്കുന്നുണ്ടാകുക. പുറത്ത് നല്ല അത്തറൊക്കെ അടിച്ച് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് ചിരിച്ച് ആളുകളോട് ഭയങ്കരമായിട്ട് ഇടപെട്ട് ഡിഫെൻസീവ് മെക്കാനിസം ആണ് പലപ്പോഴും. പക്ഷേ കുട്ടിക്കാലത്തുണ്ടായിരിക്കുന്ന നമുക്കുണ്ടായിരിക്കുന്ന അവഗണനകൾ, ശാരീരികവും മാനസികവുമായിട്ടുള്ള ഹറാസ്മെന്റുകൾ, അങ്ങനെയുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള ബിസിനസ്സുകൾ, അൺഫിനിഷ്ഡ് ബിസിനസ്സുകൾ നമ്മുടെ ചിന്തകളെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. ഒരു മൈൻഡിന്റെ ഒരേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ അതിന് സ്വന്തം, നമ്മളെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പോലെ തന്നെയാണ്. സ്വന്തമായിട്ട് കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ഇതിന്റെ ഒരു മൈൻഡിന്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നോ അതിനനുസരിച്ചാണ് അത് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ അതിനെ ഓട്ടോ പൈലറ്റ് മോഡിൽ ഇട്ടാൽ അത് വരുന്നത് പോലെ, ഇതുവരെ ശീലിച്ചതുപോലെ പോട്ടെ എന്നിട്ട് കഴിഞ്ഞാൽ അത് ഡീഫാൾട്ട് സെറ്റിങ്സ് ആയിട്ട് അത് പോകും. ഡിഫാൾട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് നെഗറ്റിവിറ്റി തേടിക്കൊണ്ടേയിരിക്കും. നെഗറ്റിവിറ്റി തേടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നെഗറ്റിവിറ്റി
ഇഷ്ടം പോലെ കിട്ടും. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. ഒന്നും ആവശ്യമില്ല. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിചയപ്പെടുന്ന ഓരോ മനുഷ്യനും നമുക്ക് നെഗറ്റിവിറ്റിയാ തരിക. ഓരോ അവസരങ്ങളും. ഓരോ മനുഷ്യൻ നെഗറ്റിവിറ്റി തരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ അവസരങ്ങളിലും നമ്മുടെ മൈൻഡിന്റെ സ്വഭാവം അനുസരിച്ച് ഓരോന്നിലും ആങ്ഷ്യസ് ആവാൻ, അതൊക്കെ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള രൂപമാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതതിന്റെ സ്വാഭാവികമായിട്ടുള്ള ക്രിയേഷനാണ്. പക്ഷെ ഒരു നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമല്ല, എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഡോപ്പമിൻ ക്രിയേഷൻ ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ അതിനകത്തേക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ അത് സ്വാഭാവികമായി സംഭവിക്കില്ല, നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യണം. ഉദാഹരണത്തിന് സിനിമ കാണാൻ പോകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിനോദങ്ങൾ ചെയ്യാൻ, ചിലർക്ക് സിനിമ ഇഷ്ടമായിരിക്കില്ല, പക്ഷെ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത്, ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിക്കാൻ, സിനിമ കാണാൻ, കൂട്ടുകാരോടൊപ്പം പോകാൻ, ഭക്ഷണം കഴിക്കാൻ, അതിനൊന്നും ഒരു പ്രശ്നമില്ല, സ്വാഭാവികമായിട്ട് സംഭവിച്ചോളൂ. അതേപോലെ തന്നെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് നെഗറ്റീവ് ആകുക, ഡസ്പ് ആകുക, ഈ നമ്മൾ ശാരീരികമായിട്ടുള്ള അംഗവൈകല്യങ്ങൾ, ഞാൻ അങ്ങനെ പറയുന്നതില്ല, ഡിസേബിലിറ്റീസ് ഒരുപാടുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ കൈക്ക് തന്നെ ഇവിടെ ഇപ്പൊ ഒരു വേദന ഉണ്ടെങ്കിൽ നമ്മൾ അറിയും, നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയും, നമുക്ക് ഇനി എന്താ പറയുക വയറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അറിയും, തലക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അറിയും. ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അംഗങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ ശരീരം നമുക്ക് സിഗ്നൽ തരും. മനസ്സിന് പക്ഷേ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ അറിയില്ല, നമ്മളത് ശ്രദ്ധിക്കില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളെ മൈൻഡിനെ കുറിച്ചല്ല ബോധേഡാവുന്നത്, അതെന്തെങ്കിലും സിംറ്റംസ് തരുമ്പോൾ മാത്രമേ ബോധേഡാവുള്ളൂ. മറ്റ് ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നത്, അയാളുടെ മുകളിൽ ഒരു പടച്ചട്ട ഉണ്ടാവും. ആ പടച്ചട്ട രൂപപ്പെടുത്തി എടുക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞാല്, ഞാൻ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് പകുതി ജെനറ്റിക്സും പകുതി അവൻ വളർന്നു വരുന്ന സാഹചര്യവുമാണ്. അപ്പൊ ഇത് ഒരു കുടുംബത്തിന്റെ ഒരു പാരമ്പര്യം അങ്ങനെ തന്നെ പേറിയാണ് വരുന്നത്. അപ്പൊ അതിലും ഉണ്ട് 50% നെച്ചർ വിഎസ് നർച്ചർ എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനപ്പുറം, ചിന്തകൾക്കപ്പുറം അവൻ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങൾ അവന്റെ ചിന്താഗതികൾ ഒരുപാട് മാറ്റും. ഞാനിപ്പോ വളർന്നു വരുന്ന ഒരു സാഹചര്യങ്ങളിലല്ല, വേറൊരു സാഹചര്യത്തിലാണ്, വേറൊരു പ്രദേശത്താണ്, വേറൊരു വിഭാഗത്തിലാണ്, എന്താ പറയുക, വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ഞാൻ വളരുന്നതെങ്കിൽ ആ രീതി വേറെയായിരിക്കും. ആഫ്രിക്കയിലാണ് ഞാൻ വളരുന്നതെങ്കിൽ അവിടുത്തെ ചുറ്റുപാടായിരിക്കും എനിക്കുണ്ടാവും. യൂറോപ്പിലാണെങ്കിൽ അതായിരിക്കും, അറേബ്യൻ നാടുകളിലാണെങ്കിൽ അതായിരിക്കും, ഇന്ത്യയിലാണെങ്കിൽ ഇതായിരിക്കും. അതുപോലെ തന്നെ ഓരോ പ്രദേശത്തും ഓരോ കുടുംബത്തിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം, പിന്നെ നമ്മൾ വീട്ടിലുള്ള അന്തരീക്ഷം, പിന്നെ എൻ്റെ ഒരു ജെനറ്റിക്കലായിട്ട് എൻ്റെ ഒരു വിൽ പവർ, അതൊക്കെയാണ് ഒരു വ്യക്തിനെ മാറ്റുന്നത്. പക്ഷെ ഏറ്റവും ബേസിക്കലായിട്ട് വിൽ പവർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ സാധനം നമ്മൾ എത്രമാത്രം പവർഫുൾ ആക്കുന്നോ, ആ പവർഫുൾ ആക്കുന്നതിനനുസരിച്ചാണ് ഒരാളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. നിങ്ങൾ വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ടോ അതൊക്കെ മാറ്റം ഉണ്ടാകും, നമ്മളൊരു പോളിഷ്ഡ് ആവും. പക്ഷെ ബേസിക്കലി മാറ്റത്തിന്റെ ഒരു കനലെന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കത്തുന്ന ഒരു വിളക്കായിരിക്കണം. അപ്പൊ അതില് നിങ്ങൾ എത്രമാത്രം കലർപ്പില്ലാണ്ടിരിക്കുന്നോ അത്രമാത്രം നിങ്ങൾക്ക് തെളിച്ചുണ്ടാവും ജീവിതത്തിൽ. ബാക്കിയുള്ളവരുടെ മുന്നിൽ അഭിനയിച്ച് നമുക്ക് പലതുമായിട്ട് നിൽക്കാം. പക്ഷെ നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ, ലോകം മുഴുവൻ നേടിയിട്ടും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ എന്താണ് കാര്യം എന്ന് ബൈബിളിൽ ഒരു വചനമുണ്ട്. അതേപോലെ തന്നെ എല്ലാ പുസ്തകങ്ങളിലും എല്ലാത്തിലും ഉണ്ടാവും. പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് എനിക്ക് കിട്ടിയ ഓർമ്മയിൽ വെച്ചത് പറഞ്ഞാണ്. അപ്പൊ അതേപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തിനാണോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനാണ് നമ്മൾ വളർന്നു വരിക. നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ യു വിൽ ഡെവലപ്പ് ഇൻ ദാറ്റ് വേ. നമ്മൾ ഏതിനാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഈ ഫാമിലി ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിൽ ദാറ്റ് വിൽ ഡെവലപ്പ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ജോലിക്കാണെങ്കിൽ അത് ഡെവലപ്പ് ആവും, മൈൻഡിനാണെങ്കിൽ മൈൻഡ് ഡെവലപ്പ് ആവും. ഒരിക്കലും ഒരു എഫേർട്ട് എടുക്കാതെ, ടൈം സ്പെൻഡ് ചെയ്യാതെ, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കാതെ ഒരു രീതി അതിനെ കുറ്റം പറഞ്ഞിരുന്നിട്ടൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കിയാൽ മതി, മൈൻഡിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ, നമുക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, മനസ്സിനെ നമുക്ക് വിചാരിക്കുന്ന പോലെ ഒന്നും നടത്താൻ പറ്റില്ല, എനിക്ക് ആഗ്രഹമുണ്ട് നടക്കുന്നില്ല, ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് നടക്കുന്നില്ല. ബർണാഷ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള പണി എന്ന് പറഞ്ഞാൽ, ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സിഗരറ്റ് വലി നിർത്തുക എന്ന് പറയുന്നത്. കാരണം ഞാനതൊരു 1500 തവണ ഞാനത് നിർത്തിയിട്ടുണ്ട്. ഒരു ദിവസം നിർത്തും, പിറ്റേന്ന് ആദ്യം തുടങ്ങും, പിറ്റേന്ന് ആദ്യം നിർത്തും, പിറ്റേന്ന് ആദ്യം തുടങ്ങും.
അപ്പൊ അത് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ വളരെ സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ മാറ്റുന്നത്. പിന്നെ ഭക്ഷണശീലങ്ങളൊക്കെ മാറ്റുകയാണെങ്കിൽ പോലും ഒരു ഒരു 10-40 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഓരോരുത്തരും ഭക്ഷണശീലങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചു പോലും തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു 30 വയസ്സാണെങ്കിൽ. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ 30 വയസ്സ് വരെയുള്ള ശീലങ്ങളാണ് നമ്മൾ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പൊ എന്നിട്ടാണ് നമ്മൾ പരാജയപ്പെട്ട് നടക്കില്ല എന്ന് മറ്റും ഉപേക്ഷിക്കുന്നത്. ഇപ്പോ ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ജെയിംസ് ക്ലിയറിന്റെ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും കിട്ടുന്നത് നമുക്ക് എടുക്കാം. അല്ലാതെ അതിനപ്പുറത്തേക്ക് അതിന്റെ ആഴങ്ങൾ അത് അയാളുടെ അഭിപ്രായമാണ്. പക്ഷെ അതിനകത്ത് ചില പോയിന്റ്സുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ടാസ്കുകളെ ചെറുതായിട്ട് ഇതാക്കുക. അതായത് നമ്മളെ ഹാബിറ്റ്സ് ആണ് നമ്മളെ പേഴ്സണാലിറ്റി ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഈ ഈ ഒരു വ്യക്തിയുടെ നിങ്ങൾ മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ കൊടുക്കുമ്പോൾ ടെമ്പററി ആയിട്ടുള്ള ഒരു കേൾക്കുമ്പോൾ നമുക്ക് ഹാ എന്ന് പറയും. ജഗതി എല്ലാം പറയുന്നത് പോലെ കേൾക്കുമ്പോൾ ഹാ എന്ന് പറയും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഒറിജിനൽ സെൽഫിലേക്ക് തിരിച്ചു പോകും. അപ്പൊ ഇത് കൊടുക്കുന്നതിന് പകരം ഡിസിപ്ലിൻ ഉണ്ടാക്കുക. ഡിസിപ്ലിൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീലങ്ങളെ മാറ്റിയാൽ ജീവിതത്തിലേക്ക് മാറ്റം ഉണ്ടാവും. അല്ലാതെ ശീലങ്ങളെ മാറ്റാത്തിടത്തോളം, ശീലങ്ങളെ മാറ്റണ ചിന്തകളെ മാറ്റണം, ചിന്തകൾ മാറണേ ശീലങ്ങൾ മാറണം. അത് പരസ്പരം റിലേറ്റഡ് ആണ്. അപ്പോൾ ഒരു സാധനം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് ഒരു ആഗ്രഹിച്ചിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ആ പ്രവർത്തനങ്ങൾ ആവശ്യമുള്ളത് ചെയ്യുക. ഉദാഹരണത്തിന് എനിക്ക് നാളെ മുതൽ ജോലിയിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ തീരുമാനം എടുക്കുകയാണ്, ഞാൻ നാളെ മുതൽ രാവിലെ എഴുന്നേൽക്കും, നാളെ മുതൽ നന്നായിട്ട് ഫോക്കസ്ഡ് ആവും ജോലിയിൽ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ ബാക്കിയുള്ള എൻ്റെ ഡിസ്ട്രാക്ഷൻസ് മൊബൈലായാലും മറ്റേതായാലും ഒക്കെ ഞാൻ ഒഴിവാക്കും. എന്തെങ്കിലും ദുശീലങ്ങളുണ്ട് അതൊക്കെ മാറ്റിവെക്കും. ഫ്രം ടുമാറോ ഓൺവേർഡ്സ് ഐ വിൽ ബി എ ന്യൂ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ച് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അല്ലാതെ ഒരിക്കലും ചിന്തിച്ചത് കൊണ്ട് എനിക്ക് നാളെ ഒരു ബെൻസ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ബെൻസ് വാങ്ങിക്കാൻ പൈസ ഉണ്ടാവണമെന്നില്ല. ഐ ഹാവ് ടു തിങ്ക് ഓഫ് ഇറ്റ്, ഹാവ് ടു ആക്ട് ഓഫ് ഇറ്റ്, ഹാവ് ടു ഡു സംതിങ്. ഞാനത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്നുള്ളത് നമ്മൾ അതിന് പകരം അതേ ഇതിങ്ങനെ ചിന്തിച്ച് ഇതാവുന്നതിന് പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ആവണമെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ എത്തിച്ചേരുന്നത്. എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ആ ചിന്തയിൽ നിന്നാണ് ഇത് വരുന്നതെങ്കിൽ പോലും എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ എഴുന്നേക്കാൻ തുടങ്ങുക എന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും നിങ്ങൾ ഈ പറയുന്നത് പോലെ കൺട്രോൾ ചെയ്ത് തുടങ്ങുക എന്ന് വിചാരിച്ചു. നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു ചിന്ത ഉണ്ടാകുന്നു. ആ ചിന്ത നമ്മൾ അതിൻ്റെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളതൊരു ആക്ഷനിലേക്ക് മാറ്റുന്നു. ആ ആക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഞാൻ നാളെ മുതൽ നടക്കാൻ പോകുമെന്ന് ഞാൻ ചിന്തിച്ചാൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് അങ്ങ് ആകാശത്തെത്തേണ്ട കാര്യമൊന്നുമില്ല. പ്ലാൻ ചെയ്ത് അങ്ങെത്തുന്നതിനേക്കാൾ നല്ലത് നമ്മൾ രാവിലെ അങ്ങ് നടക്കാൻ പോവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം വരും. ആ ചേഞ്ചസ് നമ്മളെ ശരീരത്തിൽ മാത്രമല്ല മാറ്റം വരിക, മനസ്സ് റീഫ്രഷ്ഡ് ആക്കും, പുതിയ പുതിയ ആളുകളെ കണ്ടെത്തും, നമ്മളെ നെറ്റ്വർക്കിംഗ് കൂടും, സന്തോഷങ്ങൾ കൂടും, ഹാപ്പി ഹോർമോൺസ് കൂടും. അപ്പോൾ നമ്മളെ ചിന്തകളിൽ പോസിറ്റീവ് വരും. അപ്പൊ അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരും. ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഇത് ചെയ്ത് ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു പെർഫെക്റ്റ് മൊമെന്റിന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനങ്ങൾ എടുത്ത് പായുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ പെർഫെക്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്ത ആരും ഇതുവരെ പെർഫെക്റ്റ് മൊമെന്റ് കണ്ടെത്തിയിട്ടില്ല. നമ്മൾ ചെയ്താണ് തെറ്റുതിരുത്തുക. പെർഫെക്റ്റ് മൊമെന്റിന് വെയിറ്റ് ചെയ്ത എല്ലാവരും പരാജയപ്പെട്ടു പോയിട്ടേ ഉള്ളൂ. നിങ്ങൾ മൊമെന്റുകളെ ഓരോന്നിനെയും പെർഫെക്റ്റ് ആക്കി മാറ്റുകയാണ് വേണ്ടത്. ഒരു സമയം കഴിയാനായി, എന്നാൽ ഒരു 6 മിനിറ്റും കൂടിയേ ഉള്ളൂ. ഒരു കാര്യവും കൂടി പറയാം. ഒരച്ഛൻ 2 മക്കൾ ഉണ്ടായിരുന്നു, ബിസിനസ്സുകാരനായിരുന്നു. അപ്പൊ അവരെ ഈ ഷൂസിന്റെ ബിസിനസ് ആയിരുന്നു. അപ്പൊ ഷൂസിന്റെ ബിസിനസ് ആകുമ്പോൾ ഒരു ദ്വീപിലേക്ക് അയച്ചു ഇവരാ. ഇതെന്താന്ന് പറഞ്ഞാൽ അവിടെ ആരും ചെരുപ്പ് ഇടുന്നില്ല, ഷൂ ഇടുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ മകൻ ചെന്നിട്ട് അച്ഛനോട് അതിനെക്കുറിച്ച് മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നടത്തി പറഞ്ഞു. അവിടെ ആരും ഷൂസ് ഇടുന്നില്ല, മാർക്കറ്റ് വളരെ ഡള്ളാണ്, നമുക്ക് അവിടെ ഷോപ്പ് തുടങ്ങിയാൽ നഷ്ടത്തിലായിരിക്കും, തുടങ്ങണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ മകനെ അവിടത്തേക്ക് പറഞ്ഞു വെച്ചു. അപ്പൊ രണ്ടാമത്തെ മകൻ പറഞ്ഞത് അവിടെ ആരും ഷൂസ് ഇടുന്നില്ല, ഒന്നാമത്തെ മകൻ പറഞ്ഞു. കാരണം അത് രണ്ടുപേരും കണ്ടതൊന്നാണ്. പക്ഷെ അവൻ പറഞ്ഞ് അതിനകത്ത് കണ്ട ഇന്റർപ്രിട്ടേഷൻ വേറെ. അവൻ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചാൻസുകൾ അവിടെ ഉണ്ട്, ഒരുപാട് വലിയ മാർക്കറ്റുകളാണ്, ഇതുവരെ അത് എക്സ്പ്ലോർ ആവാത്ത മാർക്കറ്റാണ്.
നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ എല്ലാവരെ കൊണ്ട് ഷൂസ് ഇടിക്കാൻ പറ്റും. ഇവിടെയൊക്കെ എല്ലാവരും പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല നോളജ് ഉള്ളത്. അപ്പൊ നമുക്ക് നല്ല കച്ചവടം ഇവിടെ കിട്ടും എന്നാ പറഞ്ഞത്. അതായത് രണ്ടുപേരുടെയും ചലഞ്ചസ് സെയിം ആയിരുന്നു, രണ്ടുപേരുടെയും അവസരങ്ങളും സെയിം ആയിരുന്നു. പക്ഷെ രണ്ടുപേരും ജീവിതത്തിൽ കണ്ട കാര്യങ്ങൾ രണ്ട് രീതിയിലാണ്. ഒന്ന് നടക്കില്ല എന്ന് പറയുന്നതാണ്, ഒന്ന് നടക്കും എന്ന് പറയുന്നതാണ്. അപ്പൊ നടക്കില്ല എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നടക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾക്ക് കിട്ടും. അമ്മയെ തല്ലിയാൽ പോലും രണ്ട് വാഗേണ്ടത്. അപ്പൊ അത് ഒരാൾക്ക് അമ്മയെ അടിക്കണം, പല്ല് കൊഴിക്കണം, വേറൊരാൾക്ക് അമ്മയെ തൊടാൻ സമ്മതിക്കില്ല. അപ്പൊ ഒരു മധ്യസ്ഥം പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ പകുതി അടിച്ചോ എന്നാണ്. പകുതി അടിച്ച് പൊട്ടിച്ചോ. അതായത് രണ്ടും നാലും കൂട്ടിയാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം 6ആണ്, ഒരാൾ രണ്ടും നാലും കൂട്ടിയാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം 4 തന്നെയാണ്. അപ്പൊ പറഞ്ഞു വേണ്ട, മധ്യസ്ഥമായിട്ട് ഒരാൾ പറയാണ് 5ആണ് എന്ന് പറഞ്ഞാൽ അതിന് കൈയടിക്കുന്ന സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് പലപ്പോഴും അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പൊതുബോധം അല്ലെങ്കിൽ കൺസെൻസസ്, ആളുകളുടെ ആൾക്കൂട്ടങ്ങൾ, ഏറ്റവും കൂടുതൽ ആളുകൾ എന്നെ അംഗീകരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്ന ഒരു ബോധ്യത്തിലൂടെ ജീവിക്കാനാണ് മനസ്സ് ഇഷ്ടപ്പെടുന്നത്, എപ്പോഴും ഒരു കംഫർട്ട് സോണിലിരിക്കാൻ. പക്ഷെ എപ്പോഴാണോ നമ്മളത് പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാവുന്നത്, ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങൾ തയ്യാറാവുന്നത്, ആ നിമിഷത്തിലാണ് ജീവിതത്തിൽ പുതിയ വെളിച്ചങ്ങൾ ഉണ്ടെന്നും ആ വെളിച്ചങ്ങളിലേക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ടെന്നും എൻ്റെ അറിവുകൾക്കപ്പുറത്തേക്കുള്ള ഒരു ലോകത്തേക്കുള്ള യാത്രയാണ് കൂടുതൽ കൂടുതൽ പഠനങ്ങൾ നൽകി എന്നെ മെച്ചപ്പെട്ടവനാക്കി മാറ്റുന്നത് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതം മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നത്. ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വാസമാണ്. ആ വിശ്വാസം എത്ര നല്ല ഹാർഡ്വെയർ ആയാലും സോഫ്റ്റ്വെയർ മോശമാണെ കഴിഞ്ഞു. അപ്പൊ ആ വിശ്വാസം, അത് ഇന്നേ ദൈവമെന്നോ മതമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്കലി വരുന്ന ചിന്തകൾക്ക് മറുപടി പറയാൻ പറ്റുന്ന ഉറച്ചൊരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഏറ്റവും വലിയ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഏറ്റവും വലിയ ധ്യാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ നിസ്കരിക്കുകയാണ്, അല്ലെ പള്ളിയിൽ പോവുകയാണ്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. ഇനി അതല്ല, ഇനി ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിച്ച ചെയ്യുന്ന ആ ഒരു കർമ്മത്തിൽ ഏറ്റവും നന്നായി മുഴുകിയിരുന്ന് ചെയ്യുമ്പോഴാണ് അവിടെ അതിന് മെഡിറ്റേഷൻ എന്ന് പറയുക. ജീവിതത്തിൽ എന്തായാലും എന്ത് കർമ്മങ്ങളായാലും നമ്മൾ ചെയ്യുന്നതിന് അതിനെ മറ്റൊരാൾക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ സ്വന്തം ജീവിതത്തെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടുള്ള ചിന്ത എന്നാണോ നമുക്ക് സ്പാർക്ക് വരുന്നത്, ആ ചിന്തകളാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ചിലർ വെറുതെ ജോലിക്ക് വന്ന് ഡെയിലി എന്താണോ സംഭവിക്കുന്നത് പോലെ പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ചിലര് എനിക്കിത് പോരാ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് അസ്വസ്ഥതകൾ ഉണ്ടാവും, ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവും, അസ്വസ്ഥതകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇതെല്ലാം. പക്ഷെ അതിലൊന്നും തളരാതെ എപ്പോഴാണോ നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുന്നത്, അതിനുവേണ്ടി ഉറച്ചു നിൽക്കാൻ തയ്യാറാവുന്നത്, അതിന് ഉറപ്പിച്ചു നിൽക്കുന്നത്, ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാവും. പക്ഷെ എപ്പോഴാണോ നിങ്ങൾ അതിനു വേണ്ടി ഉറച്ചു നിൽക്കുന്നത്, the result will be yours. ഒരു ലാസ്റ്റ് ഒരു സെന്റൻസ് കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. വളരെ പ്രശസ്തനായ, ഒരുപാട് ഗോൾഡ് മെഡലുകളൊക്കെ കിട്ടിയ, പേരെന്നോട് വിട്ടുപോയി, അതായത് ഒളിമ്പിക്സിൽ ഓട്ട മത്സരത്തിലൊക്കെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഇത് ചെയ്ത എൽപ്സിനാണെന്ന് തോന്നുന്നു. അപ്പോൾ കാൾ ലൂയിസിനോടാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ പുള്ളിയോട് പത്രക്കാർ വന്ന് ചോദിച്ചതാണ്, നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നില്ലേ ഇത്രയും റെക്കോർഡ് സമയത്ത് ഇത് എത്തിയത്? അപ്പോൾ കാൾ ലൂയിസ് അവരോട് തിരിച്ചു പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങൾ ഇന്നാണ് കാൾ ലൂയിസിനെ കാണുന്നത്, നിങ്ങൾ ഇന്നാണ് ഞാൻ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്തത് കാണുന്നത്. പക്ഷേ കാൾ ലൂയിസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ 4 വർഷമായി ഡെയിലി രാവിലെ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ കാണുന്ന എല്ലാ മനുഷ്യരും ഇന്ന് കാണുന്നവരല്ല. മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഒക്കെ അവരുടെ അഭിനയത്തിന്റെ ഒരു മൊഴിമുത്തുകൾ, അല്ലെങ്കിൽ അവർ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല, ഒരുപാട് കാലത്തെ പ്രയത്നത്തിന്റെ ഫലമായി മൈൻഡിനെ അതിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുത്താണ്. നമുക്കും ആ രീതിയിൽ ശോഭിക്കണമെങ്കിൽ യു പ്രോഗ്രാം യുവർ മൈൻഡ്, ദെൻ യു ദാറ്റ് വിൽ ഡിസൈഡ് ദ ആക്ഷൻസ്. അത് തന്നെയാണ് നമ്മൾ ലോകത്തിൽ മാറ്റിമറിക്കുന്നത്. മറ്റൊരാളുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന, മറ്റൊരാൾ ഇരിക്കുന്ന ഒരു വണ്ടിയുടെ സീറ്റിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മളുടെ വണ്ടിയുടെ, ജീവിതത്തിന്റെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് വണ്ടി ഓടിച്ചു പോകുന്നതാണ്. തെറ്റുകൾ പറ്റിയാലും അത് ജീവിതത്തിലേക്കുള്ള തിരിച്ചറിവായി മുന്നോട്ടേക്ക് കൂട്ടാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുന്നത്. നമ്മൾ അത് മാറാൻ വേണ്ടി നമ്മൾ തയ്യാറാണെങ്കിൽ
ഈ നിമിഷത്തിൽ ചിന്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. താങ്ക് യു. താങ്ക് യു സാർ, ഞങ്ങളുടെ ഈ ദിവസം മനോഹരമാക്കിയതിന്. ഡിവിഷന്റെ 227ാമത്തെ ദിവസം ഇന്നിവിടെ പൂർത്തിയാവുകയാണ്. നമുക്ക് നല്ലൊരു വിഷയവുമായി വന്ന ഡിസൈൻ മൈ ലൈഫ് ബൈ ഡിസൈനിങ് മൈ തോട്ട്സ് എന്ന വിഷയവുമായി വന്ന് നമ്മുടെ മനസ്സിന്റെ കാണാപ്പുറങ്ങളിലേക്ക്, മനസ്സ് നമ്മളിൽ ഉണ്ടാക്കുന്ന മായാജാലങ്ങളെ കുറിച്ച് വളരെ ഒരുപാട് ഉദ്ധരണികളിലൂടെയൊക്കെ നമ്മുടെ ആചാരമായ ശ്രീനാഥ് ശ്രീധരൻ സാറിന് ഡിവിഷൻ ടീമിന്റെ നന്ദി അറിയിക്കുകയാണ്. ലാസ്റ്റ് പറഞ്ഞൊരു വാചകമാണ്, നമ്മൾ മറ്റൊരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാതെ നമ്മുടെ തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ വണ്ടിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത് സർ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ തന്നെ ഉണ്ട് അതിന്റെ സാരാംശം മുഴുവനായിട്ട്. നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ നമുക്ക് എത്രത്തോളം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കും. MN വിജയൻ മാഷ് പറഞ്ഞൊരു ചിന്തയുണ്ട്, മനുഷ്യന്റെ ഏറ്റവും വലിയ തടവ് അവന്റെ സ്വന്തം ചിന്തകളാണ് എന്നുള്ളത്. ആ ചിന്തകളുടെ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വയം മോട്ടിവേറ്റായി, സ്വയം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ ഡിവിഷൻ ടീമിന്റെ പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാം, ടീം ഇൻചാർജ് സലീം സാർ, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നാളെ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി നല്ലൊരു ഞായറാഴ്ച ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് പിരിയാം. ബൈ.